എനക്കെന്താടാ ചെറുമിപ്പണായിട്ട്? മനുഷ്യൻ അന്തസ്സായിട്ട് നടക്കാൻ പറ്റാണ്ടായിക്കണ്. ഇജ്ജി കുടുംബത്തിന് സാമ്പത്തിക ഇഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുടുംബത്തിന്റെ മാനം കൂടി കളയാനാ എൻ്റെ പുറപ്പാട്. ഓനക്കെന്താ ഉണ്ടാക്കി വെച്ച് തിന്നണം പോണോ? കലീലേ ജിമുണ്ടല്ലേ ഇർഫോ, ഈ കലീല് പറയുന്നതിൽ എന്തെങ്കിലും കാര്യണ്ടാ? അനക്ക് ഓളായിട്ട് എന്താ ബന്ധം? ഒന്നുമില്ല അമ്മ, ഞാൻ കാരണം അവളുടെ ഒരു പ്രോജക്റ്റ് മുടങ്ങിപ്പോയി. അത് തീർത്തു കൊടുക്കാൻ വേണ്ടി അവളുടെ കൂടെ ഒന്ന് പോയി സഹായിച്ചു കൊടുത്ത്. അല്ലാണ്ട് ഓ ഈ വലിയ പരസായ അല്ലടാ, അന്റെ കെട്ടും മട്ടും കണ്ടില്ലല്ലടാ പല തറവാടുന്ന് സഹായം കിട്ടിയേ. ജേ പാസാക്കളിന്റെ അഞ്ചനായിട്ടാ. എന്നാ പ്ലാസാക്കല്ലിൽ ഒരു കാര്യം കേട്ടോളി, എനിക്കോളെ ഇഷ്ടമാണ്, ഞാൻ ഓളെ തന്നെ എനിക്ക് ആടിക്കോളൂ കേട്ടാ. മഹലിൽ നിന്നാണെങ്കിൽ ആദ്യം എന്റെ പേരെന്താവണം, എന്നാലേ ഈ താനമാനങ്ങളൊക്കെ എന്നോട് നിൽക്കുള്ളൂ. ഓനിക്ക് പച്ച വെള്ളം കൊടുത്തു പോരുത്, മനസ്സിന്റെ മാനം കളയാനായിട്ട്. സമാധാനായില്ലപ്പോ? ആദ്യം ഇർഫാൻ പറഞ്ഞപ്പോൾ തോന്നിയത് ഓൻ്റെ രസത്തിന് പറഞ്ഞാന്നാ. പക്ഷെ ഒരാഴ്ചത്തെ ഞങ്ങളുടെ യാത്രക്കിടെ എനിക്ക് മനസ്സിലായിരുന്നു ഇർഫാൻ മറ്റുള്ളവരെ പോലെ അല്ലാന്ന്. അതുകൊണ്ട് തന്നെയാ ജാതിയും മതവും ഒന്നും നോക്കാതെ ഓൻ്റെ കൂടെ പോവാൻ തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോണ പോലെ. നിങ്ങൾ ടെൻഷൻ ആവാതെ, ഞാനൊരു കാര്യം പറയാം. ഇർഫാൻ ഇപ്പോൾ തൽക്കാലം വീട്ടുകാരോടൊപ്പം പോകും. അനന്തയെ നമുക്ക് സേഫ് സ്ഥലത്തേക്ക് മാറ്റാം. എന്നിട്ട് കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായൊരു വിധി മേടിക്കാം. ശരി. എനിക്ക് പേരെ പോകണം, എന്നെ എത്ര പെട്ടെന്ന് വിട്ടാൽ മതി. എന്നെ കൊണ്ട് കുറ്റാറ്റെടുക്കാൻ കഴിയൂല സാറേ. ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നിങ്ങളെല്ലാവരും കൂടെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് സമയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മൈസൂരിന്റെ മുന്നിലാണ് തുറന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാർ. ഇതുവരെ നീ കണ്ട പോലീസിനല്ല ഷിഹാബെ നീ കാണാൻ പോകുന്നു. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. വിശാല ഇവിടെ മതം മാറ്റും. നിനക്ക് പ്രേമിക്കാൻ വേറെ പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ലേ? ഇനി സമയങ്ങളുണ്ട, കടലാസിലൊക്കെ ഒപ്പിടിച്ച് അവനെ വേഗം കോടതിയിൽ ഹാജരാക്കാൻ നോക്ക്. ശരി ശരി. ആ ഇതിൻ്റെ വിളിക്ക് കേട്ടോ, എൻ്റെ പേഴ്സണൽ നമ്പർ അറിയില്ലേ? ഞാൻ സെയ്ത് ബാബത്തങ്ങള് സാഹിബിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചില്ലേ? ഇരിക്കി ഇരിക്കി. എന്ത് പോലാട്ട എൻ്റെ എനിക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. നമ്മളെ കാര്യം വിട്, ചെമ്മച്ചിൻ്റെ കാര്യം ആലോചിക്കണ. ഏതാണ്ടോള് ഇതാണ്. എനിക്ക് വേറെ ആരും കിട്ടിയില്ല. ഇർഫോ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ പറയട്ടെ. ഇവിടെ ഇരുന്നാ പറയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ആ കിട്ടിയോളൂ, ഇവിടെ മാത്രം കിട്ടിയോളൂ. എന്ത് അങ്ങനെ അണിച്ചാ എനിക്ക് ആ സെയ്തിക്കാന്റെ അമ്മേന്റെ മോളില്ലേ മൈൻഡോളെ നിങ്ങൾ കെട്ടിക്കോ. ഇർഫോ ഞാൻ പറയുന്ന കേക്ക് വെളിച്ച് നോക്കുമ്പോൾ എന്ത് നല്ലതാ. ആയിക്കോട്ടെ. എന്താണ് ഇർഫോ ഞാനൊന്ന് പറയുന്ന കേക്ക്? എന്ത് പറയാനാ നിങ്ങൾക്ക്? കുറച്ചു വരുമ്പോ വന്നല്ലോ ഇക്കാന്ന് പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞ പോർന്നു. ഇർഫോ ഞാൻ പറയുന്നേ. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുവദിച്ചൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അവരെ അവരുടെ പാടായി.
ഇവർ തമ്മിലിപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി സാറ് വേണ്ട പോലെ ചെയ്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുട്ടികളെ മാക്സിമം പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പണി കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ നോക്കിക്കോ. ഓൻ്റെ താത്ത സെലീന. അല്ല, ഞാൻ തിന്നൽ കുടിക്കലില്ല. സംഗതി ഓൻ ജൻജനൊക്കെ തന്നെ. പക്ഷെ ഓനിക്ക് ഭ്രാന്താണ്. കുറേ കാലം ആൽബൈന് അതിൻ്റെ പിന്നെ ആലങ്ങനെ പോവുക. ആ കഴിഞ്ഞപ്പോൾ വണ്ടി ഭ്രാന്ത്. ഇപ്പച്ചാണ് അല്ലാണേര് മോളെ. ഓൻ്റെ താത്ത ആയതുകൊണ്ട് പറയാം, ഓനിങ്ങനെ മാറിക്കൊണ്ടിക്കോ. തടി കഴിച്ചിലാക്കി കള. അല്ലച്ച് ബേജാറാണ്ടട്ടാ, ഇനി സമയമുണ്ട്. ഒന്നും ബേജാറാണ്. ഇർഫോ, മാമൻ പറഞ്ഞു ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ജി. ഇരിക്കി. എന്തെന്നാ പേര്? അനിത. അനിത. ഓനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാ. ഉഷാറാവുമല്ലേ സെലീന? ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ കാര്യം അവനോട് പറയണ്ട കേട്ടോ, ഭ്രാന്തന. കൊടുത്തല്ലേ? അല്ല, നിങ്ങളിപ്പോ പള്ളിയിലേക്കാ പോണ്? പ്രായത്തിൻ്റെ പക്വത നീ കാണിക്കണം. ആ ചെക്കന് നിന്നോട് പ്രേമൊന്നുമില്ല. അവരുടെ മതത്തിലെ ആളെ കൂട്ടണം. അതിന് നമ്മുടെ മതത്തിലെ താഴ്ന്ന ജാതിക്കാരാണ് ആവശ്യം. അതിനവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ടും വരുന്നുണ്ട്. ഗണേഷ് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് തീരുമാനം? നിന്റെ തരത്തിനും പ്രായത്തിനും പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഓ, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഏട്ടൻ കണ്ടുവച്ചിക്കണല്ലേ? ഞാനും കുറെ ആൾക്കാരെ കണ്ടതാ. അവർക്കൊക്കെ ആവശ്യം മറ്റു ചെറുതാ. അങ്ങനെയല്ലാത്ത ഒരാൾ കണ്ടത് ഇർഫാനില്ല. നിന്റെ അഴിഞ്ഞാട്ടത്തിനെ സമ്മതിക്കില്ല. അതിന് ചന്ദ്ര ചാവണം. ഞാൻ ഇർഫാനെ വിട്ടിട്ട് വരില്ല. ഞാൻ അവന്റെ കൂടെ തന്നെ ജീവിക്കും. ഇത്രയും കാലം ഏട്ടൻ തീരുമാനിച്ചില്ലേ? ഇതെന്റെ തീരുമാനം. നീയൊക്കെ ആരാണെന്ന് എനിക്കറിയാടാ. ഗണേഷ്, ഇയാൾ പിടിച്ച് പുറത്തോട്ടോ. ചന്ദ്രബാ, ഗണേഷ് വരാൻ ഇങ്ങോട്ട് വാ. ഇവിടെ പാടും. എനിക്കിങ്ങനെ പെങ്ങളില്ല, നിന്റെ ബന്ധുല്ല. അവർക്ക് ഇനി പോലീസ് കുറച്ചുകൂടെ മനസ്സിലാക്കി ഞാനിങ്ങോട്ട് വന്നേ. ഗണേഷ്, ഇയാളെ കൊണ്ടുപോ. കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വാ. പേടിക്കാൻ വേണ്ടി നടക്കുന്നതാരാ? മണിയർവാതിലെതിരപ്പോ പോലീസുകാരൻ പൊട്ടിയത്. ഇനി ഏറ്റവും കിടന്ന് എന്തൊക്കെയാണ് ഒപ്പിക്കണാവും. നമ്മളിനിപ്പോ എന്താ ചെയ്യാ? എന്നോട് കൂടെ ഒന്നുമില്ല, ഞാൻ വെളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ദാ മുട്ടുക്കിക്ക, ഇങ്ങനെ രണ്ടാളും കടുംപിടുത്തൊന്നും ഒഴിവാക്കണം. അന്നവൻ തന്നെ കിട്ടൂ. ബച്ചിനോട് പലരും കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കൂ. എനക്ക് വന്നോ? ചെന്ന് മുണ്ടാണ്ട് നിക്കർഫോ.